ഇപ്പോൾ കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണത്തിൻ്റെ ഏകദേശം പകുതിയിലധികം മൃതദേഹങ്ങൾ ഇനിയും കാണാതായവരുണ്ട്, കണ്ടെടുക്കാനുണ്ട്. ഇവ കണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ മുമ്പിലുള്ള ദൗത്യം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ജീവനോടെയുള്ള ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലുമൊക്കെ ഉള്ള ആളുകളുടെ വളരെ പ്രിയപ്പെട്ട ഉടയവരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ശരീരഭാഗങ്ങൾ പലപ്പോഴും കിട്ടുന്ന സമയത്ത്, പല ഭാഗങ്ങളിലുമായി കിട്ടുന്ന സമയത്ത് അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്നുള്ള പരിശോധനയും ജിജ്ഞാസയിലും അവർ പലപ്പോഴും കണ്ട് തിരിച്ചറിയുന്ന ആളുകളുണ്ട്, തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവരുണ്ട്. ഇത് തങ്ങളുടെ ബന്ധുക്കളല്ല, ഞങ്ങളുടെ ബന്ധുക്കൾ ഇനിയും കിട്ടാനുണ്ടെന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ വളരെ ഊർജിതമായി നടത്തേണ്ട അത്യാവശ്യമായ ഘട്ടം ഇപ്പോഴും തുടരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ മന്ത്രി രാജൻ സൂചിപ്പിച്ചതുപോലെ ആ രീതിയിൽ തിരച്ചിൽ തുടരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇന്ന് നടത്തുന്നു. അതായത് ഇതുവരെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ തിരച്ചിൽ നടത്തുന്ന സംഘങ്ങൾക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഇന്ന് വളരെ സജീവമായ രീതിയിലുള്ള സൂക്ഷ്മമായ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായാണ് വ്യോമസേന ഹെലികോപ്റ്ററിൽ അതിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ഈ ചൂരൽമലയിൽ ഇപ്പോൾ ഈ പാലം, ഈ സൈന്യം തയ്യാറാക്കിയ വേലിപ്പാലത്തിലേക്ക് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അങ്ങോട്ട് ഇപ്പോൾ കടത്തിവിടുന്ന സാഹചര്യമില്ല. ഇപ്പോൾ അത് ഈ രക്ഷാദൗത്യ സംഘങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് പ്രവേശനമുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. പുഴ ഇപ്പോൾ ഏറെക്കുറെ ശാന്തമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന കുത്തിയൊലിച്ചുള്ള ഒഴുക്ക് ഇപ്പോൾ ഏറെക്കുറെ ശമിച്ചിട്ടുണ്ട്. അതായത് ഉരുൾപൊട്ടലിൻ്റെ ഏറെക്കുറെ വെള്ളം ഈ പുഴയിലൂടെ ഇപ്പോൾ ഒഴുകി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴുള്ള ജലത്തിൻ്റെ ഒരു ഒഴുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ വർഷകാലങ്ങളിൽ, മഴക്കാലങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന പുഴയുടെ വെള്ളമൊഴുക്ക് മാത്രമായി മാറിയിട്ടുള്ള സാഹചര്യം.